ഹലോ, നമ്മുടെ ഇന്നത്തെ പരിപാടി ഏഴിക്കര നമ്മുടെ ഫ്രണ്ടിന്റെ വീടിന്റെ അടുത്തുള്ള കായലിൽ പോയിട്ട് വലയിടാൻ പോവാണ്ടാ. അപ്പോളേ നമ്മളെപ്പോഴും കരയിൽ നിന്നല്ലേ ഒരു വെറൈറ്റിക്ക് ആയിട്ടാണ് നമ്മൾ വെള്ളത്തിൽ പോയിട്ട് മീൻ പിടിക്കാൻ പോണത്. അങ്ങനെ നമ്മൾ കായലിന്റെ നടുക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ ഞണ്ടൊക്കെ ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ചാലും കൂടിയാണ് ഇത്. അപ്പൊ അതേ ജ്യോതിഷേട്ടൻ വലയുടെ കെട്ടൊക്കെ ഇടാനുള്ള സെറ്റപ്പിൽ തന്നെ അങ്ങനെ വലയുടെ ഒരു തല വെള്ളത്തിലോട്ട് ഇട്ട് കൊടുത്തേക്കാണ്. കെട്ടുകളൊക്കെ ഒഴിവാക്കിയതേ നമ്മ പതിയെ ഇട്ട് പോവാണ്. അപ്പോഴാണ് ഒരു കാഴ്ച കണ്ടത്. ആ വെള്ളത്തിന്റെ തുഞ്ചത്തിരുന്ന പരുന്തിനോട് ആ ചേട്ടൻ ഇങ്ങനെ സംസാരിക്കുന്നത് കണ്ടത്. ഇത് ഇവിടുത്തെ സ്ഥിരക്കാഴ്ചകളാണ് കേട്ടോ. ആ പുള്ളിക്കാരൻ വഞ്ചിക്ക് വരുമ്പോഴേക്കും ആ പരുന്ത് ഒപ്പെത്തും എന്നാണ് പറഞ്ഞത് കേട്ടോ. നമ്മളെ കണ്ടപ്പോഴേക്കും അത് പോയി കളഞ്ഞു. ഏകദേശം ഒരു 300 മീറ്റർ നീളമുള്ള 2 വലകളാണ് കേട്ടുള്ളത്. അപ്പൊ ഒരു വല തീർന്നപ്പോ രണ്ടാമത്തെ വലയായിട്ട് നമ്മൾ കൂട്ടിക്കെട്ടി ഇടാൻ കേട്ടാ. നമ്മള് ഏകദേശം 2 വല ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഡാബോയുടെ അവിടെ നിന്ന് അറ്റത്തു നിന്നാണ് നമ്മൾ വന്നത്. ഇപ്പൊ ഭയങ്കര ദൂരത്താണ് വന്നിരിക്കണത്. ഇനി നമ്മൾ അവിടെ പോയിട്ട് വല പൊക്കണം. അതാണ് സമയമെടുക്കണ പണിയായതുകൊണ്ട് നമ്മളെ വേറൊരു സ്ഥലത്ത് തോടിന്റെ സൈഡിലോട്ട് നമ്മൾ വല ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ ചേട്ടൻ നേരത്തെ ഇട്ടതാണ്. നമ്മൾ അങ്ങോട്ടാണ് ഈ പോണത്. അപ്പൊ അതേ നമ്മൾ പോകുന്ന വഴി മീനുകൾ ഇങ്ങനെ മറിയും. അത് കണ്ടിട്ടാണ് ഈ കടൽക്കാക്കൾ വന്നത്. ഇതിന്റെ ഒരു ആദ്യത്തെ എക്സ്പീരിയൻസും കൂടിയാണ്. ഇവിടെ കെട്ടിലേക്ക് പോണ തോടുണ്ട് കേട്ടോ. ആ തോട്ടിലേക്ക് ഈ ചേട്ടൻ നേരത്തെ വലയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ആദ്യം പൊക്കി കഴിഞ്ഞിട്ട് നമുക്ക് ഇട്ട വല പൊക്കാമെന്ന് കരുതി ആ വല പൊക്കണ കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ വെയിലായിരുന്നു നോക്കാം. കണ്ടിട്ട് എന്ന് തോന്നുന്നുണ്ട് ജാമുവിന്റെ ആലത്തോളാണെന്നല്ലേ. വലിയ പാട് കൂടാണ്ട് നമ്മൾ അതേ പാലത്തിന്റെ ഇപ്പുറത്തോട്ട് കടക്കാണേ. പാലത്തുമ്മ കൂടി പോകുമ്പോൾ നമുക്ക് അറിയാൻ പറ്റില്ല. കാരണം ഇങ്ങനെ വഞ്ചിക്ക് പോകുന്ന ആൾക്കാർക്ക് അറിയാൻ പറ്റുള്ളൂ. ഇതിൽ ഫണ്ട് അനുവദിച്ചിട്ടുണ്ടെന്നാ പറഞ്ഞത്. ഇത്രയും പൊട്ടിപ്പാളിസായ പാലം ആദ്യമായിട്ട് കാണാൻ കേട്ടോ. നമുക്ക് വേറെ വഴിയില്ലാത്തത് കൊണ്ടാണ് ഈ റൂട്ടിൽ കൂടെ പോണത്. കാരണം നമ്മുടെ വല അവിടെ ഇട്ടേക്കാണ്. നമുക്കത് പൊക്കിയിട്ട് വേണം നമുക്ക് തിരിച്ചു വരാൻ. വലിയ പ്രതീക്ഷയോടെ ജ്യോതിഷേട്ടൻ വന്ന് പൊക്കിയത് നമ്മുടെ ഒരു വലിയൊരു കല്ലായിരുന്നു കേട്ടോ. കാരണം ഏകദേശം കുറച്ചു നേരമായി നമ്മൾ പൊക്കിക്കൊണ്ടിരിക്കണത്. നമ്മള് ഇവിടെ ഉണ്ടാകുന്നൊരു പ്രതീക്ഷയുണ്ട്. ആ അതേ ഒരെണ്ണം വന്നിട്ടുണ്ട്. അടിപൊളി വന്നിട്ടുണ്ട്. ഒടങ്ങി കിടക്കണം കേട്ടോ. അപ്പൊ അതേ നമ്മ വന്നിട്ട് ആദ്യത്തെ ഞണ്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അല്ല 650 ഉണ്ട് കേട്ടോ. എടുക്കാനൊക്കെ അറിയാലോ എനിക്ക്. വലിച്ച് 2 കണ്ണി പൊട്ടിച്ചാൽ മതി. നമ്മളതൊന്നും ഇല്ല കേട്ടോ പൊട്ടിക്കാൻ. കൈ മാത്രമേ ഉള്ളൂ. ടൂണ് കൈയാണ്ടാ നമ്മുടെ പിടിക്കാൻ വന്നേക്ക്. ഇതൊരു കണ്ണി പൊട്ടിച്ചിട്ട് ഇങ്ങനെയാണല്ലോ എടുക്കണത്. ഇങ്ങനെ എടുക്കണ്ട്. ഒരെണ്ണൊക്കെ പൊട്ടിയെന്ന് പറഞ്ഞ കുഴപ്പമില്ല. ഇനി 10 കണ്ണി പൊട്ടിയാലും കുഴപ്പമില്ല. വല നമ്മ അധികം നാൾ ഉപയോഗിക്കാൻ പറ്റില്ല. കടിച്ച് കീറുമ്പോ നമ്മ ഇടക്കിടക്ക് മാറ്റിക്കൊണ്ടിരിക്കും വലകള്. ഇത് അധികം രാവിലെ ചേട്ടൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതൊക്കെ കാണിച്ചു തരാം അമ്മ. വീഡിയോയുടെ അവസാനം കാണിക്കുന്നത്. അത് തന്നെ. അപ്പൊ ദേ അടുത്തതും കുഴപ്പമില്ലാത്തത് നമുക്ക് കിട്ടിയിട്ടുണ്ടേ. അപ്പൊ പിന്നെ നമ്മളിതേ ഇത്തിരി ടെററായത് കൊണ്ട് നമ്മൾ വേറെ റിസ്ക് എടുക്കണില്ല. ഇതിക്ക് മുന്നേ നമുക്ക് മട്ടിനെ കിട്ടിയിട്ട് എന്റെ കൈ ഇറുക്കിയ കഥകളൊക്കെയാണ് ഈ പറഞ്ഞോണ്ടിരുന്നത് കേട്ടോ. കുത്തിയിട്ടിയാ വേദന ഉണ്ടാവും. അല്ല ഇത് നല്ല ഭയങ്കര അപ്പൊ നമുക്ക് കിട്ടിയ ഞണ്ടുകളെ ഇതുപോലെ കെട്ടി വെക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഇങ്ങനെ അഴിച്ചുവിട്ട് കഴിഞ്ഞാൽ എന്റെ ജീവൻ പോകും. ഇവിടുത്തെ സ്ഥലം അടിപൊളിയാണ്. ഭംഗിയുണ്ട് കേട്ടോ. നമ്മൾ അതിന്റെ നടുക്ക് കൂടി പോകുമ്പോ പിന്നെ പറയണ്ടല്ലോ, നല്ലൊരു വൈബാണ്. അതെ കണ്ടില്ല അടുത്തത് പച്ചക്കാലം കിട്ടിയിട്ടുണ്ട്. നല്ലതല്ലേ കല്ലങ്ങണ്ടല്ലേ? ഇത്തിരി ഉണ്ടോ കല്ലങ്ങണ്ട്? അടുത്തത് തന്നെ കേട്ടോ. ഇതിനെയും കിട്ടിയിട്ടില്ല. അതെ ഇവിടെ കിടക്കണ പച്ചക്കാലാണ് കേട്ടോ. നമുക്ക് 3ാമത്തെ കിട്ടിയിരിക്കണത്. അടുത്തത് ഇത് ആറഫാ ആണോ? എന്തൊക്കെയാണ് ഇതില്ല? റെഡ് ഫീമെയില് എന്നാണ് എന്റെ പറയണ. ഇതിലാണ് പൊണ്ണ് ഉണ്ടാവും. ഇത് അതാണ് വില കൂടുതൽ. ഇതിന് 1000 രൂപയ്ക്കെന്ന് പറഞ്ഞാൽ നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ സംഭവം വെറുത്താണ്. നമുക്ക് നഷ്ടമില്ല കഴിച്ചു കഴിഞ്ഞാല്. ഞാനിത് ചില സമയത്ത് എടുത്ത് കറി വെക്കും. ഇതെന്തെന്ന് പറക്കണേന്ന് അറിയോ? ഇത്തലാണ് കേട്ടോ. വലിയ ഇത്തലുണ്ടെങ്കിൽ അതിന്റെ സൈഡ് കൊണ്ട് നമുക്ക് കയറ് മുറിച്ചെടുക്കാം. നമുക്ക് ഞണ്ടിനെ കെട്ടാൻ വേണ്ടിയായിരുന്നു കേട്ടോ. പണ്ടുള്ള ആൾക്കാർ ഇതുപോലെയാണ് ചെയ്തിരുന്നത്. കത്തിക്കൊക്കെ പകരമായിട്ട് ഇത്തല് വെച്ചിട്ടുണ്ട്. ഇത്തലിന്റെ ഒരു കഷ്ണം വെച്ചിട്ട് ഇതാ ഞങ്ങളുടെ പ്ലാൻ. ഇത്രേ ഉള്ളൂ ഞങ്ങളുടെ ബുദ്ധി. ചിലപ്പോഴൊക്കെ നമുക്ക് കുറെ കാര്യങ്ങൾ ഇങ്ങനെ ഓർത്തിരിക്കുമ്പോ നമ്മൾ അന്വേഷിക്കണത് കണ്ടെത്താൻ പറ്റില്ല അല്ലെ? ചിലർക്കൊക്കെ അങ്ങനെ ഉണ്ടാവും. എനിക്കൊക്കെ അനുഭവം ഉണ്ട് കേട്ടോ.
അപ്പൊ നമ്മ നോക്കുമ്പോ കത്തിക്ക് പകരം നമ്മൾ ഇത്തല അന്വേഷിച്ചിടന്ന് ലാസ്റ്റ് കത്തി നമ്മുടെ കയ്യിൽ കിട്ടിയ ഒരു കുപ്പിയിൽ മാങ്ങിയിട്ട് വെച്ചിരുന്ന് വിശന്നപ്പ് എടുത്തപ്പോഴാണ് കണ്ടത് കേട്ടോ. അപ്പൊ ആകെ നമുക്ക് 4 ഞണ്ടിനെ അവിടെ നിന്ന് കിട്ടിയായിരുന്നു. ഇനി നമുക്ക് പുഴയിലോട്ട് പൊക്കാൻ പോവാം. അപ്പൊ നമ്മ ഇട്ട വലയുടെ ഫ്ലോട്ടിന്റെ മുകളിലായിട്ട് ഒരു കടൽക്കാക്ക വന്നിരിപ്പുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൊന്ന് റൗണ്ട് അടിച്ച് വന്നപ്പോഴേക്കും പുഴയിൽ തന്നെ എത്തിയിട്ടുണ്ട്. നമ്മൾ അങ്ങനെ വല പൊക്കി നോക്കാണ് കേട്ടോ. അധിക സമയമൊന്നും ആയില്ല. അപ്പോഴേക്കും നമുക്കൊരു റെഡിനെ കിട്ടിയിട്ടുണ്ട്. ഇവരുടെ റെഡ് ബോയ് എന്നൊക്കെയാണ് പറയണേ കേട്ടോ. അത്യാവശ്യം വലിപ്പൊക്കെ ഉണ്ടായിരുന്നേ, പക്ഷെ അത് വാട്ടർ ആയിരുന്നു, ചെറുതായിട്ടൊന്നും ഞെങ്ങുന്നുണ്ടായിരുന്നു കേട്ടോ. കറി ഞണ്ടിലേക്ക് പോകുള്ളൂ. ആകെപ്പാട് കിട്ടുന്ന ഞണ്ടുകൾ നമ്മൾ സേഫ് ആയിട്ട് തന്നെ എടുക്കണം, കാരണം കൊടുക്കാനുണ്ടെങ്കിൽ പ്രത്യേകിച്ചു കേട്ടോ. കിട്ടിയതിനൊക്കെ നമ്മൾ ഈ സഞ്ചിയിലോട്ടാക്കി വെക്കണുണ്ടേ. പിന്നീട് അങ്ങോട്ട് എന്താണെന്നറിയില്ല, ഇതുപോലെ ജെല്ലി ഫിഷ് നിറഞ്ഞ് വലയിൽ മൊത്തം ഒരുപാട് സമയം നമ്മൾ ഇതുപോലെ വലയൊക്കെ ഇട്ട് വെച്ച് ലാസ്റ്റ് നമ്മൾ വല എടുക്കാൻ വരുമ്പോൾ എന്തെങ്കിലും മീനായിട്ടാണ് നമ്മൾ പ്രതീക്ഷിച്ചു തന്നെ. പക്ഷെ ആ വലക്കാരൊക്കെ ഒരു അവസ്ഥ കണ്ടില്ല, ഇതുപോലെ ജെല്ലി ഫിഷ് വന്ന് കിടന്ന് നിൽക്കുമ്പോൾ നമ്മുടെ ഒരു മനസ്സ് മടുക്കും. ശരിക്കും ഞങ്ങൾ വന്നപ്പോഴും അതെ വല്ലാത്തൊരു അവസ്ഥയായി പോട്ടെ നമുക്കും. അതിന്റെ പേരിൽ തന്നെ നമുക്ക് ഞണ്ടിനൊന്നും വേറെ കിട്ടിയില്ല. വലിക്കും ഇത് മാത്രമായിരുന്നു കൂടി വരുന്നത്. ഇത് ചൊറിന്നൊക്കെ പറയുന്നുണ്ട്, മേത്ത് മുട്ടിയാലും കണ്ണിൽ പോയാലൊക്കെ പല പ്രശ്നങ്ങളും ഉണ്ടാവും എന്ന് പറഞ്ഞു. അപ്പൊ വലയിൽ വെച്ച് തന്നെ കുടഞ്ഞ് ഇതിന്റെ അംഗവൈകല്യങ്ങളൊക്കെ സംഭവിച്ച് പോണതാണ്. അങ്ങനെ നമ്മളെ ചെറുതായിട്ടൊന്ന് വിഷമിപ്പിച്ചെങ്കിലും നമ്മൾ ആ ഇടൽ അവസാനിപ്പിച്ച് കരയിലോട്ട് പോവാണ് കേട്ടോ. അപ്പൊ നമുക്ക് കിട്ടിയ ഞണ്ടുകളെയൊക്കെ കരയിൽ ചെന്നിട്ട് കാണിച്ചു തരാട്ടാ. അങ്ങനെ നമ്മൾ കയറാണ്. 12 മണിയൊക്കെ കഴിഞ്ഞിട്ടാ, 1.5 മണിക്കൂർ 2 മണിക്കൂർ ആവണം ഇപ്പൊ. ഇത് മാത്രമല്ല കിട്ടിയത് പച്ചക്കാല്. നമുക്ക് കിട്ടിയതല്ലേ പോവേണ്ടാ അവസാനം കിട്ടിയത് ഇത് അവസാനം കിട്ടിയ ഞണ്ട് നമ്മള് പുഴയിൽ പോയിട്ട് കിട്ടിയത്. നമ്മളെ കൂടെ സഹകരിച്ച ജ്യോതിഷേണ് ഈ ഒരു കളർ കണ്ടിട്ടാണ് ഞാൻ ഇതിനെ നോക്കിയിരുന്നത് കേട്ടോ. അപ്പം നമ്മുടെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് വേണം. അതുപോലെ തന്നെ കമൻറ്റും ലൈക്കൊക്കെ ചെയ്ത് ഫോളോ ചെയ്യുക. ഓക്കെ, ബൈ.